ഒറ്റമന്ദാരം. രചന അൻഷി. അവതരണം ജംസി. അന്ന് കട തുറക്കാതെ അവൾ നേരെ പോയത് മഹിമയുടെ വീട്ടിലേക്കായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ കാട് പിടിച്ച പോലെ വീടിൻ്റെ ഇരു സൈഡിലും ചെടികൾ നിറഞ്ഞു നിൽക്കുന്നു. ചേച്ചി! അടഞ്ഞു കിടക്കുന്ന വാതിലിൽ മുട്ടിക്കൊണ്ട് അവൾ വിളിച്ചു. അല്പനേരം കഴിഞ്ഞതും അവൾക്ക് മുന്നിൽ കതവ് തുറന്നിരുന്നു. മുന്നിൽ നിൽക്കുന്നവളെ കണ്ട് മഹിമ ഒന്ന് പതറിയെങ്കിലും ഒന്ന് പുഞ്ചിരിക്കുകയോ അകത്തേക്ക് വിളിക്കുകയോ ചെയ്യാതെ അവർ തിരിഞ്ഞു നടന്നു. പുഞ്ചിരിയോടെ നിന്ന് ഇവയുടെ മുഖം മങ്ങിയെങ്കിലും അവൾ മഹിമയ്ക്ക് കൂടെ അകത്തേക്ക് കയറിയിരുന്നു. ചേച്ചിയുടെ വീട്ടിലേക്ക് വരണമെന്ന് ഒത്തിരിയായി വിചാരിക്കുന്നു. ചേച്ചി ഒറ്റയ്ക്കാണല്ലേ? വന്ന കാര്യം പറയൂ അവന്തിക. യാത്ര കഴിഞ്ഞ് വന്നതേയുള്ളൂ. അതിൻ്റെ ക്ഷീണം ആവോളമുണ്ട്. താൻ പെട്ടെന്ന് പോകാനാണ് അവരങ്ങനെ പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ഞാൻ വന്നത് എനിക്ക് നാട്ടിലേക്ക് പോകണം ചേച്ചി. 1 മാസത്തേക്ക്. ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അവിടെ അനുവിന് എൻ്റെ സഹായം വേണമെന്ന് പറഞ്ഞിരുന്നു. അവൾക്ക് കുറച്ച് ഡിസൈൻ വരച്ച് അത് തുന്നിയൊരു ഡ്രസ്സ് ഉണ്ടാക്കണം. മഹിമ അവളെ സൂക്ഷിച്ചു നോക്കി. വരുമെന്ന് ഉറപ്പ് പറഞ്ഞെങ്കിലും അവരതിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പൊക്കോ, മറുപടി പറഞ്ഞ് അവർ അടുക്കളയിലേക്ക് പോയതും പിന്നിലായി തന്നെ ഇവയും നടന്നു. എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാമോ? ഇവ ചോദിച്ചതും മഹിമ സംശയത്തോടെ അവളെ നോക്കി. എനിക്ക് ചേച്ചി എന്ന ഡിസൈൻ ചെയ്ത ആ ഡ്രസ്സ് തരുമോ? നിഷ്കളങ്കമായി പ്രതീക്ഷയോടെ നോക്കുന്നവൾക്ക് നേരെ ഇല്ലെന്ന് പറയാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. മഹിമ ഒന്ന് തലയാട്ടിയതും അവൾ സ്നേഹത്തോടെ അവരെ പുണർന്നു പോയിരുന്നു. ഞാൻ വീടൊക്കെ കാണട്ടെ. മഹിമ തടയും മുന്നേ അവൾ വീടിൻ്റെ ഓരോ മൂലയിലും എത്തിയിരുന്നു. ആ 3 മുറികൾ അടങ്ങുന്ന വീട് ചുറ്റിക്കാണുമ്പോൾ അടച്ചു പൂട്ടിയ ഒരു മുറി അവൾ കണ്ടിരുന്നു. താക്കോല് പൂട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ചെറിയ നുറുങ്ങുവെട്ടം മാത്രം. അവൾ അവിടെ ഒന്നാകെ വീക്ഷിച്ചു. ജനലിലെ കർട്ടൻ നീക്കിയതും കൂടുതൽ വെളിച്ചം അകത്തേക്ക് വന്നിരുന്നു. ചുവരിൽ പതിപ്പിച്ചിരുന്ന പലതരം ഫോട്ടോകൾ. അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മഹിമ അങ്ങോട്ട് വന്നിരുന്നു. ഇത് ചേച്ചിയുടെ ഫാമിലിയല്ലേ? ഇത് അനിയത്തിയാകുമല്ലേ? തന്നെ പുണർന്നു നിൽക്കുന്ന ഒരു പെൺകുട്ടി. ആ ഫോട്ടോയിൽ നോക്കി ഇവ ചോദിക്കുമ്പോൾ അവൾ തലയാട്ടി. റൂമിന് മൂലയിലായി വെച്ചിരിക്കുന്ന ടേബിളിലെ ചെറിയ സഞ്ചി തുറന്നു നോക്കി അവൾ. തുണികളിൽ ഉപയോഗിക്കുന്ന ഡിസൈൻ മെറ്റീരിയൽസ്. ഇതെല്ലാം നമ്മുടെ കടയിലേക്ക് വേണ്ടി വാങ്ങിയതാണോ? നല്ല ഭംഗിയുണ്ട് ചേച്ചി. എവിടെയും കണ്ടിട്ടില്ലാത്ത പോലെയുണ്ട്. ഈ കല്ലിനൊക്കെ നല്ല വിലമതിക്കുമല്ലേ? ഓരോന്നും എടുത്തു നോക്കുന്നതിനിടെ അവൾ നുള്ളിപ്പെറുക്കി ചോദിച്ചു. അവന്തിക, പോകാൻ നോക്ക്. നാട്ടിലേക്ക് എത്തണമെങ്കിൽ ഉച്ചയ്ക്ക് മുന്നേയുള്ള ട്രെയിൻ പിടിക്കണം. മഹിമ പുറത്തേക്കിറങ്ങിക്കൊണ്ട് പറഞ്ഞതും അവൾ നിരാശയോടെ മഹിമയ്ക്ക് പിറകെ നടന്നു. ഞാൻ ഇറങ്ങുക ചേച്ചി. 1 മാസം കഴിഞ്ഞേ കാണൂ. ചേച്ചി എനിക്ക് ഒത്തിരി ഇഷ്ടാ. എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെ. അവൾ കെട്ടിപ്പിടിച്ച് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവൾ പുറത്തേക്കിറങ്ങി. മഹിമ വല്ലാത്തൊരു ഭാവത്തോടെ വാതിലടച്ച് അകത്തേക്ക് നടന്നു. അനിയത്തിയുടെ ചിത്രത്തിനു മുന്നിൽ കണ്ണീരോടെ നിന്നു. നിന്റെ അനിയത്തിയെ ജീവനോടെ വേണമെങ്കിൽ ഞാൻ പറയുന്നത് ചെയ്യണം. കാതിൽ മുഴങ്ങുന്ന ശബ്ദം. കണ്ണുകൾ ഇറുക്കെ അടച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടി അവൾ. പക, ഒടുങ്ങാത്ത പ്രതികാരം മനസ്സിൽ കുമിഞ്ഞുകൂടി. അച്ഛൻ പോകുമോ ചേച്ചിയെ കൊണ്ടുവരാൻ? കഴിച്ചുകൊണ്ടിരിക്കെ നന്ദു ചോദിച്ചിരുന്നു. ഞാനും പ്രഭാകരനും കൂടെ പോകും. അവളുടെ കൂടെ ആ ടീച്ചറുടെ മോളും കൂടെ ഉണ്ടെന്നാ പറഞ്ഞത്. അതെയോ? ആ കുട്ടിക്ക് നിൽക്കാനുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ലല്ലോ വിനുവേട്ടാ. സുലോചന പറഞ്ഞതും നന്ദു അമ്മയെ തുറച്ചു നോക്കി. ഉള്ള സൗകര്യത്തിൽ നിന്നാ മതി. അല്ലെങ്കിൽ അമ്മ ആ കൊച്ചിന് വല്ല ഹോട്ടൽ റൂമും എടുത്തു കൊടുക്ക്. നന്ദു ദേഷ്യത്തോടെ പുറത്തേക്കിറങ്ങി. ഈ ചെറുക്കന് അനങ്ങിയ ദേഷ്യാണ്. സുലോചന അകത്തേക്ക് നടക്കെ പിറുപിറുത്തു. നന്ദു പുറത്തേക്കിറങ്ങിക്കൊണ്ട് ഫോൺ എടുത്തു. സജീവിൻ്റെ നമ്പർ എടുത്ത് അവനൊരു വോയിസ് മെസ്സേജ് അയച്ചു. സജീവേട്ടാ, ചേച്ചി വരുന്നുണ്ട്. 1 മാസം ഉണ്ടാകും. പിന്നെ തിരിച്ചു പോകും. ബസ് വാങ്ങിയതൊക്കെ ഞാൻ അറിഞ്ഞു. ഇങ്ങോട്ട് വിളിക്കുന്നില്ലെങ്കിലും എനിക്കെൻ്റെ ഏട്ടനെ അങ്ങോട്ട് വിളിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. മെസ്സേജ് അയച്ച് തിരിഞ്ഞതും അമ്മുവിനെ കണ്ട് അവനൊന്ന് പരുങ്ങി. ആരാടാ? നിന്റെ പൂച്ചയാ? ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ അവൻ മുഖം കൂർപ്പിച്ചു. അതെ, നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? കൊല്ലും നിന്നെ. ഇവേച്ചി വരട്ടെ. നിന്റെ ഈ പരട്ട സ്വഭാവത്തിന് ഞാൻ നല്ല മുട്ടൻ പണി തരുന്നുണ്ട്. എന്നാൽ നിനക്ക് നല്ല മുട്ടൻ പണി തിരിച്ച് ഞാനും തരും. ഓ ആ, പിന്നെ ഒരു കാര്യം. അനുചേച്ചിയെ കാണാൻ വന്നില്ലേ? ഒരു കൂട്ടർ അവർ വിളിച്ചിരുന്നു.
ആ ചേട്ടൻ കുറേ അച്ഛനോട് കരഞ്ഞു പറഞ്ഞൂന്ന് ചേച്ചിയെ മാത്രം മതിയെന്ന്. അവർക്ക് ഒന്നും വേണ്ടാന്ന്, പൊന്നുപോലെ നോക്കിക്കോളാമെന്ന്. പക്ഷേ ആ അമ്മ വിലക്ക് തന്നെയാണ്. ഇനിയിപ്പോൾ അയാൾ നല്ലതായാലും അവിടെ വേണ്ടേ ജീവിക്കാൻ? അല്ല, പ്രഭച്ചൻ എന്തു പറഞ്ഞു? അച്ഛൻ ഏതാണ്ട് ആ ചേട്ടൻ്റെ കരച്ചിലിൽ വീണ അവസ്ഥയിലാ. അമ്മയുടെ കാര്യം പിന്നെ പറയാതിരിക്കുന്നതാ ഭേദം. വലിയ വീട്ടുകാരാണ് എന്നൊക്കെ കേട്ടപ്പോൾ അത് മതി അമ്മയ്ക്ക്. ചേച്ചി എന്തു പറയുമെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഇടപെടാം. എന്തിടപെടാനാ? എടി പൊട്ടി, ചേച്ചിക്ക് ഇഷ്ടമല്ലേ നമുക്ക് മുടക്കാടി. അവർ ചിരിയോടെ അകത്തേക്ക് നടന്നു. രാത്രി വൈകിയായിരുന്നു അനു വന്നത്. ഇവ വരുന്നുണ്ടെന്നറിഞ്ഞതും അവൾ ആവേശത്തോടെയായിരുന്നു ജോലിയെല്ലാം തീർത്തത്. ഫോണിലേക്ക് വന്ന മെസ്സേജ് ട്യൂൺ കേൾക്കെ അവളുടെ ചുണ്ടുകൾ വിടർന്നു. ഗുഡ് നൈറ്റ്. ആകാശിൻ്റെ മെസ്സേജ് കണ്ടതും ഹൃദയം പിടഞ്ഞുപോയി. നിങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ വേരുറച്ചു പോയല്ലോ മനുഷ്യ. പതിയെ മിഴിയുമ്പോൾ കവിളുകൾ ചുവന്നു തുടങ്ങിയിരുന്നു. അനു! അച്ഛൻ വിളിച്ചതും മുഖമമർത്തി തുടച്ചുകൊണ്ട് അവൾ അച്ഛനടുത്തേക്ക് നടന്നു. മോളുടെ തിരക്ക് കഴിഞ്ഞോ? എനിക്ക് എന്ത് തിരക്ക്? അച്ഛൻ പറയും. വേറെ ഒന്നുമല്ല മോളെ, അന്ന് വന്നില്ലേ പെണ്ണ് കാണാൻ, ആ പയ്യൻ വിളിച്ചിരുന്നു. മോളെ ഇഷ്ടായി അവന് നൽകണമെന്ന് പറയാൻ. കുറേ കരഞ്ഞു. എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു? അവളിൽ ഭയം നിറഞ്ഞു. നീ വന്നിട്ട് പറയാമെന്ന്. എന്ത് പറയാൻ? അന്ന് പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയാനുള്ളൂ. എനിക്കിഷ്ടല്ല. കണ്ടില്ലേ അവളുടെ അഹങ്കാരം? നിങ്ങൾ അവളെ വഷളാക്കിയതാ. അകത്തേക്ക് പോകുന്ന അനുവിനെ നോക്കി മായ പ്രഭാകരനോട് പറഞ്ഞു. മഹി, നീ എന്താലോചിക്കുകയാ? ആകാശ് മഹിക്ക് നേരെ വന്ന് ചോദിച്ചു. ഒന്നുമില്ലടാ, അച്ഛൻ കോടതിയിൽ കേസ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് തടുത്തു. നിനക്കറിയാലോ, ഒരുപാട് പേരുദോഷം കേട്ടു. നമ്മുടെ ആഗ്രഹവും സ്വപ്നവും അല്ലേടാ ഇത്. ഒരു പിഴവിനി നമുക്ക് പറ്റിയേക്കരുത്. നീ പേടിക്കാതെ, നമ്മൾ വിജയിക്കും എന്ന് എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ എന്താ നടക്കാത്തെ? ആകാശ് ചിരിയോടെ പറഞ്ഞതും മഹിയിലും ആ ചിരി പകർന്നു. സണ്ണി എവിടെ? അവൻ സ്റ്റേഷനിൽ പോയി. ജിൻസി കൂടി ഇവയ്ക്കൊപ്പം വരുന്നുണ്ട്. അപ്പോൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരും. മഹി, ഹേമ അല്ലാതെ അത് മാറ്റിയത് ആരാണെന്ന് നിനക്ക് എന്തേലും സംശയമുണ്ടോ? ഉണ്ട്, ഒരാളെ. സംശയമല്ല, അത് തന്നെയാണ്. ആരാ? സാലിച്ചേച്ചി. ഏയ് ഒന്ന് പോടാ, അവരെ സംശയിക്കാൻ എന്തിരിക്കുന്നു? അത്രയ്ക്കും നല്ലവരാ. നമുക്ക് അവരുടെ വീട്ടിൽ പോകണം ആകാശ്. മഹി തീർത്ത് പറഞ്ഞതും ആകാശിൽ അത് വലിയ ഞെട്ടൽ തീർത്തിരുന്നു. കിടക്കുന്നില്ലേ ചേച്ചി? ഉറക്കം വന്ന കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അമ്മ ചോദിച്ചു. ഇവ വന്നിട്ടുറങ്ങുന്നുള്ളൂ, നീ കിടന്നോ. കിടക്കുമ്പോൾ വാതിലടക്കണ്ട, അമ്മുവിനോട് പറഞ്ഞുകൊണ്ട് അവൾ ഉമ്മറത്തേക്ക് ഇരുന്നു കൊണ്ട് ഇരുട്ടിലേക്ക് മിഴികൾ ഊന്നി. ചെറിയ മഴത്തുള്ളികൾ മുഖത്തേക്ക് പതിക്കുമ്പോൾ ഇരുട്ട് മൂടിയ ആകാശത്തിലേക്ക് വെറുതെ ഒന്ന് നോക്കി. തിളക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. മഴ വലിയ തുള്ളികളോടെ ആർത്തുലച്ച് പെയ്തു തുടങ്ങിയതും അവൾ കാലുകൾ മഴയിലേക്ക് നീട്ടിവെച്ചു. മനസ്സ് കുലിശിതമാണ്. വന്നപ്പോഴുള്ള കല്യാണക്കാര്യം പറഞ്ഞത് അനുവിനെ അലട്ടിക്കൊണ്ടിരുന്നു. ഞാൻ പ്രണയിക്കുന്നത് പോലെ എന്നെയും പ്രണയിക്കുന്നുണ്ടാകുമോ? അതുകൊണ്ടല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? മനസ്സിൽ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ടാക്സിക്കാർ അടുത്ത വീടിന് മുന്നിൽ നിർത്തിയിരുന്നു. മിഴികളൊന്ന് വിടർന്നു. ഇത്രയും നേരം പ്രതീക്ഷിച്ച ആള് എത്തിയെന്നത് അവളിൽ വല്ലാത്ത സമാധാനം നിറച്ചു. കാറിൽ നിന്നും ഇറങ്ങിയവൾ ഒന്ന് കൈകാട്ടി കാണിച്ചു. മഴ വകവയ്ക്കാതെ അവൾ ഓടിയിരുന്നു. എൻ്റെ അനുവേച്ചി, എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടി വന്നത്? ഇവേച്ചി ഇവിടെ തന്നെ ഇല്ലേ? എന്തായാലും ഒരു മാസം ഇവിടെ ഉണ്ടാകും. നിനക്ക് അസൂയല്ലേടാ? നീ വായി വാ. ആ, ഇത് നല്ല കൂത്ത്. ഇപ്പം ഞാൻ ആരായി? നിന്ന് പിറുപിറുക്കാതെ അകത്തേക്ക് കയറി വാടാ. വിനോദ് പറഞ്ഞുകൊണ്ട് അവർക്ക് പുറകെ അകത്തേക്ക് നടന്നു. ടാക്സിയിൽ നിന്നും ബാഗുമെടുത്ത് അവനും അകത്തേക്ക് നടന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം വരുന്നത് കൊണ്ട് തന്നെ വീട് അവൾക്ക് പുതുമ തോന്നി. നീ ഇരിക്ക്, ചോദിക്കട്ടെ. ഇവയെ കിടക്കയിലിരുത്തിക്കൊണ്ട് അനു പറഞ്ഞു. എൻ്റെ പെണ്ണെ, ഞാൻ ഇവിടെ ഇരിക്കുവാ, നീ പറയ്. എന്താ നിനക്ക് ഇത്രയ്ക്ക് ടെൻഷൻ? നിനക്ക് എങ്ങനെ മനസ്സിലായി എനിക്ക് ടെൻഷനുള്ളത്? നിന്നെ എനിക്കറിയാത്തത് വല്ലോ ആണോടെ? എനിക്കറിഞ്ഞൂടെ നിന്നെ? പറയ്, എന്താ നിന്റെ പ്രശ്നം? കല്യാണക്കാര്യത്തിൻ്റെ വല്ല ആണോ? അതേ ഇവരൊക്കെ ഉറപ്പിച്ച മട്ടിലാ സംസാരം. എനിക്കെന്തോ പേടി തോന്നുന്നടേ. നന്ദു പറഞ്ഞത് ആളത്ര നല്ലതല്ലെന്നാ. അവൻ്റെ ഫ്രണ്ട്സ് എങ്ങാണ്ട് പറഞ്ഞതാ. നീ പേടിക്കണ്ട, ഞാനില്ലേ, നമുക്ക് ശരിയാക്കാം. അനുവിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ
1000 തവണ അനുവിൻ്റെ മനസ്സ് അവളെ കുറ്റപ്പെടുത്തി. മനസ്സിൽ തോന്നിയ ഇഷ്ടം ഇവൾക്ക് മുന്നിൽ വെളിപ്പെടുത്താത്തതിനാൽ. അന്ന് പരസ്പരം പതിവ് പോലെ ഇരുവരും സന്തോഷത്തോടെ ഉറങ്ങി. എഴുന്നേൽക്കുന്നില്ലേ ഈവ? നീ കൂടെ വരാമെന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് അവൾ കിടക്കുന്ന കിടപ്പ് കണ്ടോ? അനു ദേഷ്യത്തോടെ അവളെ പിടിച്ചു കുലുക്കി. നീ പൊക്ക അനു, ഞാൻ വന്നേക്കാം. ഉറക്കത്തിൽ പറയുമ്പോൾ അനു പല്ല് കടിച്ച് ദേഷ്യത്തോടെ പുറത്തേക്കിറങ്ങി. അമ്മേ, ഞാൻ ഇറങ്ങി. ആ, അകത്ത് കിടക്കുന്നവളോട് ഉച്ചയ്ക്ക് മുന്നേ എങ്കിലും വരാൻ പറഞ്ഞേക്കണേ. അതും പറഞ്ഞുകൊണ്ട് കിസാൻ പിടിക്കാനായി ഓടി അവൾ. എന്നാൽ ബസ് സ്റ്റോപ്പിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറ് കാണെ അവളൊന്ന് പിടച്ചു. കാറിൻ്റെ ഉള്ളിലുള്ളവൻ്റെ നോട്ടം തനിക്ക് നേരെയാണെന്നറിയെ അവളൊന്ന് വിറച്ചു. എൻ്റെ ദേവിയെ, രാവിലെ തന്നെ മനുഷ്യനെ വെള്ളം കുടിപ്പിക്കാൻ ഇറങ്ങിയേക്കുവാണല്ലോ. ആകാശിൻ്റെ നോട്ടം കണ്ട് അവൾ മുഖമൊന്ന് തുടച്ചു. എവിടെ നിൻ്റെ ഇവ? കാറിൻ്റെ അടുത്തെത്തിയതും ഗ്ലാസ് താഴ്ത്തി അവൾക്ക് നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ. അവൾ എഴുന്നേറ്റിട്ടില്ല. തനിക്ക് തീരെ ഉത്തരവാദിത്തമില്ലേ അനാമിക? ആ കുട്ടിയെ കൂടെ കൂട്ടിക്കൊണ്ടു വരാനല്ലേ ഞാൻ പറഞ്ഞത്? ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ വീടിനു നേർക്കുള്ള വഴിയിലേക്ക് അവൻ കാർ തിരിച്ചു. അവളും പെട്ടെന്ന് വണ്ടിയിൽ കയറിയിരുന്നു. വീടിന് മുന്നിൽ നിർത്തിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി ആകാശ് പുറത്തേക്കിറങ്ങി. ആ കാണുന്നതാണ് എൻ്റെ വീട്, ഇതാണ് ഇവയുടെ. സംശയത്തോടെ ഇരു വീടുകളിലേക്ക് നോക്കുന്നവന് നേരെ അനു പറഞ്ഞു. അവൻ താല്പര്യമില്ലാതെ പോലെ ഒന്ന് മൂളിക്കൊണ്ട് ഇവയുടെ വീടിന് നേർക്ക് നടന്നു. സുലുമേ! അകത്തേക്ക് കയറുന്നതിനിടെ ഉറക്കെ വിളിച്ചു അവൾ. എൻ്റെ ഈശ്വര, ഈ പെണ്ണ് എഴുന്നേറ്റില്ലേ? ഡി അവന്തു! അവളുടെ കൈപിടിച്ചുകൊണ്ട് അവളെ എഴുന്നേൽപ്പിച്ചു അനു. ഉറങ്ങട്ടെ അനു, ക്ഷീണം കൊണ്ടാ. ഇവളെ, എടി ആകാശ് സാർ വന്നിട്ടുണ്ട്, നിന്നെ കൂടെ കൂട്ടിക്കൊണ്ടു പോകാൻ. അനു പറഞ്ഞതും ഇവ പിടച്ചിലോടെ എഴുന്നേറ്റു. പെട്ടെന്ന് തന്നെ ഡ്രസ്സ് എടുത്തുകൊണ്ട് അവൾ കുളിക്കാൻ ഓടിയിരുന്നു. അനു ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ അവൻ വിനോദിനോട് കാര്യമായി സംസാരിക്കുകയാണ്. സുലോചന അവന് ചായയും പലഹാരങ്ങളും നൽകി. ഒരു ചിരിയോടെ അവരുടെ അടുക്കൽ നിന്നും വാങ്ങിക്കഴിക്കുന്നത് അവൾ വാതിലിന് മറവിൽ നിന്നും നോക്കി. അടുത്തറിയും തോറും ഇഷ്ടം കൂടുന്നു. പക്ഷേ ഇന്നുള്ള അവൻ്റെ പെരുമാറ്റം അവളുടെ ഹൃദയത്തിൽ ചെറിയ നോവ് സമ്മാനിച്ചിരുന്നു. പോകാം. കുളിച്ചുരുങ്ങി ഇവ വന്നതും അവനും എഴുന്നേറ്റിരുന്നു. ഇരുവരും ഇറങ്ങിയതും അനുവും അവർക്ക് കൂടെ കൂടി. അനാമിക, ഞങ്ങൾ സ്ഥാപനത്തിലേക്കല്ല, താനൊരു കാര്യം ചെയ്യ്, ബസ്സിന് പൊക്കോളൂ. പ്രതീക്ഷിക്കാതെ ആകാശ് പറഞ്ഞ വാക്കുകൾ കേട്ട് അവൾ തറഞ്ഞുപോയി. അവൾ കൂടെ വന്നോട്ടെ ആകാശേട്ടാ. അല്ല, നമ്മൾ വേറെ വഴിയിലൂടെയാ. ആ കുട്ടി ബസ്സിന് വന്നോളും. ആകാശ് വണ്ടി മുന്നോട്ടെടുത്ത് പോയതും ഉള്ളു നീറുന്നുണ്ടെങ്കിലും അനു ഇവയ്ക്ക് നേരെ പുഞ്ചിരിച്ചു. ഫോൺ എടുത്തുകൊണ്ട് ലീവ് പറഞ്ഞ് അവൾ വീട്ടിലേക്ക് നടന്നു. മോള് പോയില്ലേ? സുലോചന ചോദിച്ചതും അവൾ മങ്ങിയ ചിരിയോടെ ഇല്ലെന്ന് തലയനക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. റൂമിലെത്തി ബാഗ് നിലത്തേക്കിട്ടുകൊണ്ട് അവൾ കട്ടിലിലേക്ക് കിടന്നു. പ്രണയം തോന്നിയത് തനിക്ക് മാത്രമാണ്. അപ്പോൾ അന്ന് എന്നോട് അങ്ങനെ ചെയ്തത് പ്രണയമാണെന്ന് താൻ തെറ്റിദ്ധരിച്ചു പോയി. ജീവിതം അല്ലെങ്കിലും വിചാരിച്ച പോലെ ആവില്ലല്ലോ. വന്നോ? പുറത്തേക്ക് ഓടി വന്നുകൊണ്ട് ജിൻസി ഇവയെ പുണർന്നിരുന്നു. അവൾ ഇവയുടെ പുറകിലേക്കൊന്ന് നോക്കി. നീ എന്താ നോക്കുന്നേ? ആകാശം പുറകിലേക്ക് നോക്കി ചോദിച്ചു. എൻ്റെ ചേച്ചിയുടെ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ, അനാമിക, അവരെന്തേ? അവൻ അവളെ മാറ്റി അകത്തേക്ക് നടന്നു. ചേച്ചി വാ. ഇവയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് ജിൻസി നടന്നു. ഹാളിൽ സോഫയിലിരിക്കുന്ന ശങ്കർദാസിനെ കണ്ട് അവർ ബഹുമാനപൂർവ്വം കൈകൂപ്പി. മനസ്സിൽ കാണാൻ ഏറെ ആഗ്രഹിച്ച ഒരാളെ കണ്ട സന്തോഷം അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. പക്ഷേ അന്ന് കണ്ട ഫോട്ടോയിലുള്ള പോലെയല്ല. ഒരുപാട് മാറ്റം അവൾക്ക് അയാളിൽ തോന്നി. പ്രഭേ, ആ കൊച്ചു വന്നിരിക്കുന്നു, മോളിരിക്കെ. അയാൾ സോഫയിലേക്ക് കൈ കാണിച്ച് പറഞ്ഞതും അവൾ ചിരിയോടെ ഇരുന്നിരുന്നു. അപ്പോഴാണ് മഹിയും സ്റ്റെയറിറങ്ങി വരുന്നത്. അവൻ്റെ കണ്ണുകളും അവളിൽ ഉടക്കി. ഒരു പുഞ്ചിരി നൽകിയപ്പോൾ തിരിച്ചു അവളും മനോഹരമായി പുഞ്ചിരിച്ചിരുന്നു. താൻ വന്നിട്ട് ഒരുപാടായോ? ഇല്ല, വന്നേ ഉള്ളൂ, അവൾ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞതും അവൾക്ക് ചായയുമായി അച്ചു വന്നിരുന്നു. അച്ചുവിനെ കണ്ട് അവളുടെ മുഖം മങ്ങിപ്പോയിരുന്നു. അത് അച്ചുവിൻ്റെ മനസ്സിൽ വല്ലാത്ത വേദനയുണ്ടാക്കി. പ്രഭ കൂടി വന്നതും അവളോട് ഓരോന്നും ചോദിച്ച് അവിടെ കൂടിയിരുന്നു. അച്ചു, ഇവയെയും വിളിച്ച് റൂമിലേക്ക് വാ. അച്ചുവിനോടായി പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് നടന്നു. കയ്യിലുള്ള കപ്പ് ടേബിളിൽ വെച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ് മുകളിലേക്ക് നടന്നു. കൂടെ അച്ചുവും. മുകളിലെ മുറിയിൽ നിന്നും മൂവരുടെയും ശബ്ദം കേട്ടതും അവൾ ആ മുറിയിലേക്ക് കയറി. അവിടെ ലാപ്ടോപ്പ് തുറന്നുകൊണ്ട് ചർച്ചയിലിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവളൊന്ന് മുരടനക്കി. ഇവ ഇരിക്കെ. സണ്ണി പറഞ്ഞതും അടുത്ത് കിടന്ന സ്റ്റൂളെടുത്ത് അതിലേക്കിരുന്നിരുന്നു അവൾ.
നമ്മളിൽ നിന്ന് കളവ് പോയ മെറ്റീരിയൽസ് നോക്കി ഇരിക്കുകയായിരുന്നു. സണ്ണി അവൾക്ക് നേരെ തിരിച്ചതും അത് കണ്ട് അവളൊന്ന് അമ്പരന്നു. ഇത് തന്നെയാണോ? അതേ ഇവ, അച്ചു ആയിരുന്നു മറുപടി പറഞ്ഞത്. അനു, നിന്നെ കാണാൻ ആ കൊച്ചൻ വന്നിട്ടുണ്ട്. ആരാ അച്ഛാ? കരഞ്ഞതുകൊണ്ടോ മറ്റോ അവളുടെ ശബ്ദം അടഞ്ഞിരുന്നു. അർജുൻ. മോളെ കാണാൻ വന്നില്ലേ ആ പയ്യൻ? അച്ഛൻ പറഞ്ഞതും സംശയത്തിൽ അവൾ എഴുന്നേറ്റു. പുറത്തേക്ക് നടക്കുമ്പോൾ അവൻ ഉമ്മറത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്തു വേണം? കല്യാണത്തിന് സമ്മതമല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എനിക്ക് തന്നോട് സംസാരിക്കണം. പറഞ്ഞോളൂ. നമുക്ക് പുറത്തേക്ക് നിൽക്കാം. അവൻ്റെ കൂടെ പുറത്തേക്കിറങ്ങി അവൻ പറയുന്നത് ചെവിയോർത്തു അവൾ.